വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാർലമെന്റ് സെഷൻ നടക്കുകയാണ് കേട്ടോ, ലൈവാണ്. നമ്മൾ ഈ സെഷൻ നടക്കുന്ന ലൈവായിട്ടാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ പൊയ്കയാണ്. സോണിയാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി മുതൽ ആ ഗണ്ഡി കുടുംബത്തെ മുഴുവൻ എടുത്ത് ഉടുത്തിരിക്കുകയാണ് അമിത്ഷാ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം അമിത്ഷാ വളരെ ഫെറോഷ്യസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് അമിത്ഷാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോണിയാഗാന്ധിയെ അമിത്ഷാ എയറിലോട്ട് വിട്ടിരിക്കുകയാണ്. ബട്ട്ല ഹൗസിൽ ആയുധങ്ങളുമായി ഒളിച്ച ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരരെ നമ്മുടെ സൈന്യം വധിച്ചപ്പോൾ സോണിയാഗാന്ധി ഭീകരർക്ക് വേണ്ടി കരഞ്ഞു. അവർ കരയേണ്ടിയിരുന്നത് ഭീകരരുമായി പോരാടി മരിച്ച മോഹൻ ശർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ തഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഗൊഗോയ്, യു ഹാവ് ബീൻ ടു പാകിസ്ഥാൻ സെവറൽ ടൈംസ് എന്ന് ഗൊഗോയെ നോക്കി അമിത്ഷാ പറയുന്നു. ഗൊഗോയ് അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നു. അപ്പൊ അമിത്ഷാ പറയുന്നു, ഐ ആം റിപ്പീറ്റിംഗ്, യു ഹാവ് വിസിറ്റഡ് പാകിസ്ഥാൻ മൾട്ടിപ്പിൾ ടൈംസ്, ഹാവ് യു ക്രോസ് ദ ബോർഡർ, ഡു യു ഈവൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് അവർ സോൾജേഴ്സ് ഗോ ത്രൂ? നീ ബോർഡർ ക്രോസ് ചെയ്തില്ലേ? നീ ക്രോസ് ചെയ്തല്ലോ. നമ്മുടെ സോൾജേഴ്സ് എത്തരത്തിലുള്ള ഒരു ഭീഷണിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ എന്ന് കൃത്യമായിട്ട് അമിത്ഷാ ഗൊഗോയോട് ചോദിച്ചിരിക്കുകയാണ്. 1962 വാർ വിത്ത് ചൈന, ദെൻ PM നെഹ്റു ഹാഡ് ബിഗ് ഗുഡ് ബൈ ടു ആസാം ഇൻ എ സ്പീച്ച് ഓൺ ആകാശവാണി. ഇറ്റ്സ് റെക്കോർഡിംഗ് ഇറ്റ്സ് അവൈലബിൾ. നെഹ്റുവിനുള്ളതും കൃത്യമായിട്ട് അമിത്ഷാ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അമിത്ഷാ പറയുന്ന ഒരു കാര്യം, ഹി ലിസ്റ്റ് ഔട്ട് 27 ടെറർ അറ്റാക്സ് ഫ്രം 2005 to 2011. 27 ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു 2005 മുതൽ 2011. അമിത്ഷാ പറയുന്നത് 1000 ഇന്ത്യൻസ് കൊല്ലപ്പെട്ടു. ഒരൊറ്റ നടപടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര തഗ്ഗായിരുന്നു അത്. വലിയ ഇതിലുള്ള ഒരു അപ്രീസിയേഷൻ ആണ് അമിത്ഷായ്ക്ക് അത് ലഭിച്ചത്. യവന്മാർ അപ്പുറത്ത് കൂകി വിളിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ യവന്മാർ എക്സാക്ട്ലി എന്ന് പറഞ്ഞ് കൂകി വിളിക്കുകയാണ്. ഒന്നും പറയാൻ സമ്മതിക്കില്ല അമിത്ഷാ. അതിനിടയിൽ അമിത്ഷായുടെ വാചകത്തിന് മാത്രം ഇവന്മാർക്ക് മറുപടി വളരെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആർ യു ഇൻ ടച്ച് വിത്ത് പാകിസ്ഥാൻ? താങ്കൾ പാകിസ്ഥാനുമായിട്ട് ടച്ചിലാണോ? ഇപ്പോഴും പാകിസ്ഥാനോട് ബന്ധമൊക്കെ ഉണ്ടോ താങ്കൾക്ക് എന്നാണ് അമിത്ഷാ അഖിലേഷിന്റെ മുഖത്തോക്കി ചോദിക്കുന്നത്. ഐ തോട്ട് യു സെലിബ്രേറ്റ് എൻകൗണ്ടർ ഓഫ് പഹൽഗാം ടെററിസ്റ്റ് ബട്ട് യു ലുക്ക് അപ്സെറ്റ്. അതായത് നിങ്ങൾ ഇപ്പോ പഹൽഗാം ടെററിസ്റ്റുകളെ ഞങ്ങൾ വധിച്ചതിൽ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ പോകുമ്പോൾ ഇരിക്കുന്നത്? എന്താ വലിയ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് അമിത്ഷാ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, ചിദംബരം കുഡ് ഹാവ് ആസ്ക്ഡ് മീ ഫോർ പ്രൂഫ് ബട്ട് ഇൻസ്റ്റഡ് ഗേവ് പാകിസ്ഥാൻ എ ക്ലീൻ ചിറ്റ്. ചിദംബരം എന്നോട് ഇത്തവണ പ്രൂഫ് ചോദിച്ചിട്ടില്ല എന്തായിരുന്നാലും, പക്ഷേ ചിദംബരം ഒരു പടി കൂടെ കടന്ന് പാകിസ്ഥാൻ പാവപ്പെട്ട ഒരു രാജ്യമാണ്, അവിടെ നല്ല ഭീകരവാദികൾ വന്നിരിക്കുന്നത് എന്ന് പറയാണ് അമിത്ഷാ. എക്സാക്ട്ലി അമിത്ഷാ ഷോ കംപ്ലീറ്റ് ആയിട്ട് അമിത്ഷാ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അഖിലേഷ് യാദവിനും കൊടുത്തു, ചിദംബരത്തിനും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുമ്പോഴേ ചേട്ടാ, പ്രതിപക്ഷ നേതാവ് ഒരു മലമണ്ടനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇരിക്കുന്ന ഒരു തിരുമണ്ടനായിട്ടുള്ള ഒരു MLA. യുവമാര് കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നപ്പോ നമ്മുടെ ഈ ഓപ്പറേഷൻ നടന്നപ്പോൾ ഇത് വിളിക്കണമെന്ന് പറഞ്ഞല്ലോ, പാർലമെന്റ് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യ പറഞ്ഞു, നിനക്കൊക്കെ തോന്നും പോലെ വിളിക്കാനുള്ള സ്ഥലമല്ല പാർലമെന്റ്, ഞങ്ങളത് വിളിച്ചോളാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാർലമെന്റ് വിളിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ കുറെ കള്ളപ്രസ്താവനകൾ അടിച്ചിറക്കി. അതൊക്കെ ഇന്ന് പാകിസ്ഥാൻ ഏറ്റെടുത്ത് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. കണ്ടോ, ഇന്ത്യൻ പാർലമെന്റിൽ അവരുടെ MP പറയുന്നുണ്ടോ, സുഗോയ് തകർന്നു വീണു, മിഗ് തകർന്നു വീണു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കണ്ണിന്റെ അടുത്തൂടെ ഇങ്ങനെ പോയി, അതാണ് പാകിസ്ഥാന്റെ പുറന്നൊക്കെ പറഞ്ഞ് അത് അവർ എടുത്തിട്ടുണ്ട്. രണ്ടാമത് ഓപ്പറേഷൻ സിന്ദൂറിനെ തമാശ എന്ന് വിളിച്ച് കോൺഗ്രസ് MP അധിക്ഷേപിച്ചിട്ടുണ്ട്. തമാശ ഫ്രം കോൺഗ്രസ് MP പ്രണീതി ഷിൻഡെ എന്ന് പറയുന്ന MP അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു വിറ്റായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, എന്താ അറിയോ? ഇവന്മാരുടെ ഒരു MP ഉണ്ട്, ഹരിയാനയിൽ നിന്നുള്ളൊരു MP ആണ്. ആ MPയുടെ പേര്, ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് MP ദീപേന്ദ്ര സിംഗ് ഹൂഡ. ഇയാള് പറയുന്നത്, ഈ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ കള്ളപ്രസ്താവനയാണ് ഇറക്കിയെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മെക്ഡൊണാൾഡുകൾ നിരോധിക്കുന്നില്ല? നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും മെക്ഡൊണാൾഡുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണല്ലോ. എന്റെ കുഞ്ഞു ചേട്ടാ, അത് കേട്ടിട്ട് എന്റെ വരെ കിളി പറഞ്ഞു. അവിടെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്ത് ചർച്ചയ്ക്കാണ് നമ്മുടെ കേന്ദ്രം പോകുന്നത്? ഇത്രയും മണ്ടന്മാരോട് എന്ത് ഓപ്പറേഷൻ സിന്ദൂർ, എന്താണ് അവിടെ നടക്കുന്നത്? അത് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടല്ലോ, ഇത്തവണ അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി 25 കൊല്ലം അവിടെ തന്നെ ഇരിക്കും. അതിനുള്ള സെറ്റപ്പ് നിങ്ങൾ ഇപ്പൊ പാർലമെന്റിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പോരാത്തതിന് മനീഷ് തിവാരി കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്, ശശി തരൂർ പിന്മാറിയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് പാളയത്തിൽ പട രൂപീകരിക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിക്കുന്നത് രാജ്യത്തിനെ അപമാനിക്കുന്ന തുല്യമാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം മാറി നിൽപ്പുണ്ട്. എന്താണ് തോന്നുന്നത്? ഇത് ഇതിപ്പോ പുതിയതായിട്ട് നമ്മുടെ പാർലമെന്റിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് ഈ പാർലമെന്റില് ചില വിഷയങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവരും, നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തതിന് ശേഷം ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ആരെ കൊണ്ട് പറയാൻ സമ്മതിക്കത്തില്ല. അതിന് ഇന്നലത്തെ പാർലമെന്റ് സെഷനിൽ അമിത്ഷാ ഭയങ്കരമായിട്ട് വയലന്റ് ആയി.
കാരണം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അതായത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർ പറയുകയും ബാക്കിയുള്ള ആരും കേൾക്കണ്ട എന്നുള്ളത്. നമ്മൾ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഈ സംസാരിച്ച് നമുക്ക് ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ പല പണികളും ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അതിന് പറയാം തുണിയൊക്കെ കാണിക്കുക എന്ന് പറയും. നമ്മുടെ നിയമസഭയിലൊക്കെ പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി അത് ശരിയല്ല. ഇവര് ചോദിക്കുമ്പോ അല്ല അത് നമ്മുടെ പഴയ ഹരിപ്പാട് MLA അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ പറയുന്നത്. അങ്ങനെ പക്ഷെ ഉരിഞ്ഞു പോയതാണെന്നും പറയുന്നു നിയമസഭ വെച്ച്. ഏതായാലും അതൊരു പ്രയോഗമുണ്ട് ഇപ്പൊ നിലവിൽ. അപ്പോ ഈ ഒരു മെത്തേഡാണ് ഇപ്പോ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങൾ ഇതാണ്. ഇവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഇവരിറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. സാധാരണ ബോയ്ക്കോട്ട് ചെയ്തു, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം എടുത്തു. ഇത്തവണ പോകാൻ പറ്റിയില്ല. കാരണം പോകാൻ പറ്റാത്തതിന് കാരണം വെച്ചാൽ ഇവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത്. കാരണം ഇവർ ആവശ്യപ്പെട്ട ചർച്ചയാണ്, അതുകൊണ്ടാണ് ഇവർക്ക് പിന്മാറാൻ കഴിയാതെ വന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, ഈ ഇന്ത്യ 1914 മുമ്പ് സ്ഥിരമായി ഭരിച്ചിരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അവരുടെ തന്നെ ആയിരുന്നു നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇടയ്ക്ക് കുറച്ചാൾ വാജ്പേയിയും ചന്ദ്രശേഖറും VP സിംഗും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് ടൈം ആണ്. നമ്മൾ അവരുടെയൊക്കെ കാലഘട്ടം ഒഴിച്ചു നിർത്തിയ ബഹുഭൂരിപക്ഷം സമയം ഏതാണ്ട് 60-65 വർഷക്കാലം ഇവരൊക്കെ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ച് അവർക്കെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെങ്കിലും ഇവർ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണ്ടേ, എടാ നമ്മൾ ഈ വടി കൊടുത്ത് അടി മേടിക്കരുത് എന്നൊരു നയം ഇവർ കാണണ്ടേ. നമ്മൾ കണ്ടതാണ്, ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടന്നതിന്റെ പിന്നാലെ തെളിവ് എവിടെ എന്ന് ചോദിച്ചു നടന്നു. അതിന് ശേഷമുണ്ടായ ഇമ്പാക്ട് നമ്മൾ കണ്ടാണ്. തകർന്നടിഞ്ഞു കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ. 2019 ആ സംഭവം. അപ്പം രാജ്യം ഇതിനെതിരാണെന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ വാപൊത്തി നിന്നു. മീൻസ് ചുണ്ടനക്കാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ ഈ പണി ഇരന്ന് മേടിക്കണ്ടല്ലോ എന്ന് കരുതി ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ മിണ്ടാതിരുന്നതിന്റെ പ്രധാന കാരണം ഇപ്പോ പറയാൻ കഴിയാഞ്ഞിട്ടല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ജലം കയറി തേച്ചിട്ട് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. പക്ഷെ ഇപ്പൊ വീണ്ടും അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് വളരെ രസകരമായിട്ട് കാര്യം വെച്ചാൽ എക്കും ബുക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ച് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്ന MP-മാരുണ്ട്. അതായത് ഇവരുടെ വീഡിയോ വരും, ഇവരുടെ ആരാധകർ അത് വെട്ടി BGM ഒക്കെ കൊടുത്തിട്ട് കണ്ടില്ലേ, കസർന്ന് കണ്ടില്ലേ, പൊളിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫാൾസ് ഉള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് കണ്ടില്ലേ, ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചത് കണ്ടില്ലേ, അമിത്ഷാ ഇങ്ങനെയൊക്കെയാണ് തലക്കെട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അമിത്ഷായുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. വിരൽ ചൂണ്ടി സംസാരിക്കുകയോ വിരൽ പൊക്കി കാണിക്കുകയോ ചെയ്യുന്നതല്ലോ നമ്മൾ അവിടെ പോകുന്നത്. അവിടെ പോകുന്ന കാര്യം കൃത്യമായി തന്നെ പഠിച്ചു പറയുന്നവരെയാണ് നമ്മൾ യഥാർത്ഥ ഒരു പാർലമെന്റേറിയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് MK പ്രേമചന്ദ്രനെ നമ്മൾ ഇത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു പറയുന്ന നല്ലൊരു MP ആയതുകൊണ്ട് മാത്രമാണ്. പിന്തുണയും അംഗീകാരവും ബാക്കിയുള്ള MP-മാർക്കൊന്നും കിട്ടാറില്ലല്ലോ കേരളത്തിൽ. എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത്? കാരണം അത് അവർക്കറിയില്ലാത്തതുകൊണ്ട്. അവർ ലോക പരാജയങ്ങളാണ് ഇവിടുന്ന് പോകുന്നവരെല്ലാം എന്ന് തോന്നൽ ജനത്തിനുണ്ടായത് കൊണ്ടാണ് അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടാത്തത്. ഇവിടെ ഇത് പറയുന്നു എപ്പോഴും ശ്രദ്ധിക്കും. ഇനി അധികം ഒന്നും അമിത്ഷാ പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഈ നമ്മുടെ 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോ എത്ര പേരാ അവിടെ ഭരിച്ചത്? 164 ദിവസം ഭരിച്ചില്ലേ? എത്ര ജവാന്മാര് മരിച്ചു? എന്നിട്ട് ഇവരെന്തെങ്കിലും ചെയ്തോ? 2009 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു, കരാർ ഒപ്പിടുകയും ചെയ്തു, എല്ലാം ചെയ്തു. 2008 നടന്ന സംഭവം ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ. ഇവിടെ 15 ദിവസം തികയുന്നതിന് മുമ്പ് തിരിച്ചടിയാ കൊടുത്തത്. അപ്പം അടി കൊടുക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വരെ ചോദിച്ചുകൊണ്ടിരുന്ന ആക്രമണത്തിൽ ഭീകരരെവിടെ? ഇവിടുത്തെ കേരളത്തിലെ ചില ചാനലുകളും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, ഭീകരരെവിടെ? അതിന് ഉത്തരം പറയണം. ഭീകരരെ കൊന്നു കൊല വിളിച്ചു. കാരണം അവരുടെയൊക്കെ ഫോട്ടോ നേരത്തെ തന്നെ ആണ് ആ ഭീകരർ അവര് കൊലക്ക് വിവരങ്ങളും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് വിലപേശുക ഇപ്പോഴും ഈ ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുന്നു എന്നുള്ളത്. അവർക്ക് ഇപ്പോഴും ഗ്രൗണ്ട് അറിയുന്നില്ല. അവരുടെ ധാരണ ഇപ്പോഴും പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുമ്പോൾ മുസ്ലിം സമുദായം വോട്ട് ചെയ്യുമെന്നാണ്. മുസ്ലിം സമുദായം ഒന്നടങ്ക് വോട്ട് ചെയ്താലും കേറില്ല. അങ്ങനെ കേരളമെന്നുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിക്കണമായിരുന്നു, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് ജയിക്കണമായിരുന്നു. അതൊന്നും ജയിച്ചില്ലല്ലോ. അപ്പം അവര് പോലും, അതായത് ഇവര് പ്രതീക്ഷിക്കുന്ന വോട്ട് ബാങ്കായ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പോലും രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും അവർ മാറി ചിന്തിക്കുമെന്നുള്ള വകതിരിവെങ്കിലും ഇവർക്ക് ഇല്ലാതെ പോയി. ഇക്കാലം അത്രയും കഴിഞ്ഞ 10 വർഷം, അതായത് 10-15 വർഷം, അതായത് 2005 മുതൽ 2014 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേരാണ് ഭീകരവാദ ആക്രമണത്തിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. നമുക്കറിയാം കോയമ്പത്തൂർ എത്ര തവണ സ്ഫോടനം നടന്നു. മദനി എന്തുകൊണ്ടാണ് ജയിലിൽ പോയത്? അപ്പൊ സ്ഫോടനം അനവധി നടന്നു. ടിഫിൻ ബോംബ്, ഒരു ഉത്സവങ്ങൾക്ക് ഒരു ജനത്തിന് പങ്കെടുക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഉത്സവം വരുമ്പോൾ ഉടൻ തന്നെ പറയും ബോംബ് ഉണ്ടാകും. ഉറപ്പായിരിക്കും അവിടെ ഒന്നുകിൽ ടിഫിൻ ബോംബ് ഉണ്ടാകും, സിഗരറ്റ് ബോംബ് ഉണ്ടാകും, മറ്റെന്തെങ്കിലും ബോംബ് ഉണ്ടാകും. ബോംബ് ഇവിടെ ഭീകരവാദികൾ വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. നക്സൽ വളരെയധികം അഴിഞ്ഞാടിയിരുന്ന സമയമാണ്. ഇനി എത്ര ട്രെയിൻ സ്ഫോടനങ്ങൾ നടന്നു, ട്രെയിനിൽ എത്ര സ്ഫോടനങ്ങൾ നടന്നു, റെയിൽവേ സ്റ്റേഷനിൽ എത്ര സ്ഫോടനങ്ങൾ നടന്നു. പിന്നെ എത്രയോ സാധാരണ ആയിരക്കണക്കിന് പേര് ഇവിടെ കൊല്ലപ്പെട്ടു ഈ ഭീകരാക്രമണത്തിൽ.
എത്ര ഭീകരർ മരിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. നമ്മുടെ എത്ര ധീര ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു അതിലൊക്കെ. അപ്പൊ അതൊക്കെ പഴുതടച്ചുകൊണ്ട് ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന്റെ കുടുംബത്തിൽ കയറി അത് തകർത്ത് കളയാൻ ഒരു ഭരണാധികാരി വന്നപ്പോൾ അതിനെ എങ്ങനെയും തകർക്കുക എന്നുള്ളതാണ്. പിന്നെ ചിദംബരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പലപ്പോഴുള്ള പ്രസ്താവനയുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു 2014 മുമ്പ് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ രാജ്യത്തുള്ള ഭീകരത കാവ്യ ഭീകരതയാണ്, വേറൊരു ഭീകരതയും ഇല്ല എന്ന്. അവരാണ് ഈ പിന്നെ സ്ഫോടനങ്ങളും മറ്റും നടത്തുന്നതെന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യൻ ജനത തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ഇവന്റെ ലക്ഷ്യം ഹിന്ദുക്കളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ദേശസ്നേഹികളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് ചിദംബരം ആ ഒരു ഡയലോഗ് പറഞ്ഞത്. അന്നത്തെ കൊണ്ട് അവന്റെ കട്ടമ്പടവും മാറി. പിന്നീട് ഒരിക്കൽ പോലും നേരെ ചൊവ്വെ നിവർന്നു നിൽക്കാനായിട്ട് വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയുടെ കുപ്പായം തുന്നിയിരുന്നൊരു മനുഷ്യനാണ്. ഈ കഴിഞ്ഞ ബാലക്കോട്ട് വന്നപ്പോഴും ആദ്യം ചോദിച്ച തെളിവ് എവിടെയെന്ന് ചോദിച്ച മനുഷ്യനാണ് ഈ ചിദംബരം. ചിദംബരത്തിന് കലിപ്പ് ഒരുപാടുണ്ട്. മകൻ അകത്താണ്, അകത്ത് പോയിരുന്നു, ഇഡി കേസുണ്ട്, വ്യവസായങ്ങൾ പലതും പൂട്ടി, അങ്ങനെയൊക്കെയുള്ള കേസ്. ആ ഒരു വൈരാഗ്യം പിന്നെ കേന്ദ്രത്തോടുണ്ട്. അമിത്ഷാ ഒരു 3 വർഷം പിടിച്ച് അകത്തൊക്കെ ഇട്ടിരുന്നു ഇല്ലാത്ത കേസിന്റെ പേര്. പുള്ളി തിരിച്ചു വരികയും ചെയ്തു. ഇനി ഇപ്പം ആ ചിദംബരം ചോദിക്കുന്നത് എന്താണ്, പഹൽഗാമിലെ ഇപ്പൊ ലേറ്റസ്റ്റ് എന്താണ് അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹം പറഞ്ഞത് പഹൽഗാമിലെ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതിന് എന്താണ് തെളിവെന്ന്. പാകിസ്ഥാൻ അല്ല അവരെ അയച്ചിരിക്കുന്നത്. അപ്പം അമിത്ഷാ പറഞ്ഞു തെളിവൊക്കെ ഞങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ ചർച്ച തീരുമ്പോഴത്തേനും കോൺഗ്രസ് എന്തുമാത്രം രാജ്യവിരുദ്ധരാണ് എന്ന് തെളിയിക്കാൻ BJP കിട്ടുന്ന നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് ഇതിനെ കാണാവുള്ളൂ. കാരണം നമ്മൾ ഇതിനു മുമ്പ് കുറച്ചുനാൾ മുമ്പ് ഈ സെയിം വേറൊരു സബ്ജക്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ ഈ ചർച്ച ആവശ്യപ്പെടുന്നത് ഇവർ തന്നെ കുഴി കുഴിച്ച് അതിൽ വീഴാനുള്ള പരിപാടിയാ. കാരണം വടി കൊടുത്ത് അടിമേടിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, മോദിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ അമിത്ഷാ കഴിഞ്ഞ് ഇനി അടുത്ത മോഡിയാണ്, അടുത്ത ഇതിന്റെ മറുപടി പ്രസംഗത്തിന് പഴയ മോഡി വന്നു കഴിഞ്ഞാല് പഴയ കാലം മുതലുള്ള ഇങ്ങനെ എടുത്തിടും. അതായത് പണ്ട് പുരാതന കാലം തൊട്ട് കൊന്നൊടുക്കിയത്, തകർത്തത്, തരിപ്പണമാക്കിയത്, ഇതങ്ങോട്ട് കഥ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചൂളി നിൽക്കാൻ പറ്റില്ല. പിന്നെ മോദിയുടെ പ്രസംഗം ഇതിനൊക്കെ തടഞ്ഞില്ലെങ്കിലും കാര്യമില്ല. കാരണം ഇപ്പോൾ ഈ പാർലമെന്റിൽ സംസാരിക്കുന്ന അമിത്ഷാ അടക്കമുള്ളവരുടെ കാണുന്നതിനേക്കാൾ കൂടുതൽ പേര് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഓൾ ഓവർ ഇന്ത്യയിൽ കാണാനുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ അത് വളരെ ക്ലിയറും കൃത്യവുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തുകയും ചെയ്യും. അപ്പം കാരണം ഈ പാർലമെന്റിൽ ഇരിക്കുന്ന ഏത് നേതാവിന് ആ കൂടുന്ന ആൾക്കൂട്ടത്തിന്റെ ഒരു 10 ഇരട്ടി ആൾക്കൂട്ടം മോദി വന്നാലും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി നരേന്ദ്രമോദി എന്ത് പറയുന്നു എന്നുള്ളത് രാജ്യം കാതോർത്തിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇപ്പൊ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പോലും 10,000-കണക്കിന് പേരാണ് കാണുന്നത് എന്നുള്ളതാണ് വളരെ രസം. റേഡിയോയിൽ കൂടെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോവുകയാണ്. അതായത് കോൺഗ്രസ് ഇനിയും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഇവരെ കാണിക്കുന്ന വെപ്രാളത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പൊ ഈ വർഷം അവസാനം ബീഹാറിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ മുസ്ലിം വോട്ട് നിർണായകമാണ്. വെസ്റ്റ് ബംഗാൾ മുസ്ലിം വോട്ട് നിർണായകമാണ്. പിന്നെ കേരളം, തമിഴ്നാട്, ഇങ്ങനെ പോകുന്നു. ആസാമിൽ പിന്നെ അവർക്ക് പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ ഇവിടെ നിലനിർത്തുക, ഇവിടെ ആ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക, അപ്പൊ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചു വാങ്ങുക, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശ്രമമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇവരൊരു മണ്ടന്മാരാണെന്നുള്ളതാണ്. കാരണം ഇവര് കഴിഞ്ഞ 3 ടേം ഇലക്ഷന്, അതായത് 11 വർഷമായിട്ട് അവർ ഇത് തന്നെ പയറ്റിയിട്ടും അവരെങ്ങും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ക്ലച്ച് പിടിക്കാത്തത്? ഞങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് നേരെ ചൊവ്വ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ അറിയില്ല, ഞങ്ങളുടെ കൂടെ അല്പം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെയൊക്കെ ഞങ്ങൾ കൂടെ നിർത്താറില്ല, തള്ളിക്കളയാറുണ്ട് എന്നൊക്കെയുള്ള അവരുടെ തെറ്റുകുറ്റങ്ങൾ ആദ്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിന് പകരം പഴയ കാലത്തെ ഉള്ള ഒരു ഫൂളിഷ്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഈ മക്ഡൊണാൾഡിന്റെ കാര്യം പറയുമ്പോൾ ചിരിച്ച് തലതള്ളത്തില്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു വലിയ ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. അവർ കേൾക്കുമ്പോൾ ചിരിക്കത്തില്ല. ട്രംപും ഈ മക്ഡൊണാൾഡിന്റെ റെസ്റ്റോറന്റുകളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല. പറഞ്ഞ ആളോട് തന്നെ ചോദിക്കണം. അത് ഹരിയാനയിൽ നിന്നൊരു MP ആണ്, കൂടെ മറ്റോ പേരുള്ള MP ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിലും ഡൊണാൾഡിലും ഡൊണാൾഡ് ഉണ്ട്, അതാണ് ബന്ധം. അതൊക്കെയാണ് ഇതിന്റെ ഒരു വലിയ രസം. പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, ഗീർവാണങ്ങൾ. ഇനിയിപ്പോ ഇത് കണ്ടോണം, ഈ പാർലമെന്റ് സെഷൻ കഴിയുമ്പോഴത്തേനും കുറെ റീൽസ് ഇറങ്ങും. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ MP-മാർ പൊളിച്ചടുക്കി പറപ്പിച്ചു. അമിത്ഷാ മോദിയെടുത്ത് കൈ ചൂണ്ടി സംസാരിച്ച ഇന്ന നേതാവില്ലേ, ഇന്ന MP എന്ന് പറയും. MP-യുടെ ഇംഗ്ലീഷ് കണ്ട് കിടുങ്ങി പാർലമെന്റ് എന്നൊക്കെയായിരുന്നു ആദ്യം ഇറക്കിയിരുന്നത്. പിന്നെ ആ MP-ക്ക് വാരി വലിച്ച് ആദ്യം നിർമ്മലാ സീതാരാമൻ ഒട്ടിച്ചു. പിന്നെ വഴിയെ കൂടെ പോകുന്ന BJP-യുടെ MP-മാരെല്ലാം കയറി മേയാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആ MP-യെ കൊണ്ട് പിടിച്ചു നിൽക്കില്ല ഇംഗ്ലീഷ് എന്ന്. അപ്പം ഇത് ഇംഗ്ലീഷിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വേറൊന്ന്, പറയുന്ന മറ്റൊന്ന്, കേൾക്കുന്നവർക്ക് മറ്റൊന്നാണ് ധരിക്കുന്നത്. അതാണ് ലാംഗ്വേജ്. അപ്പം ഈ ഒരു കാര്യം എന്നിട്ട് ഇതിന്റെ കുറെ റീൽസും കാര്യങ്ങളും ഇടുക. വിറപ്പിച്ചു, പുകച്ചു, ചാടിച്ചു, രാജിവെച്ചു.
ഇത് വെറുതെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗിമ്മിക്കുകൾ കാണിക്കുക, അതിൽ മൂലം മുമ്പോട്ട് പോവുക എന്നുള്ള ഒരൊറ്റ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊന്നുമില്ല. രാഷ്ട്രബോധമുള്ളവരാണെങ്കിൽ അത് ചർച്ച കേൾക്കാൻ തയ്യാറാകണമായിരുന്നു. അതിന്റെ മറുപടി നിങ്ങൾ ഇത്രയും പ്രസംഗിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ അതിൽ ഏറ്റവും എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകരാത്തതിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ നഷ്ടം വരാത്തതിൽ പാകിസ്ഥാനേക്കാൾ വലിയ ദുഃഖം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും കുറച്ച് മാധ്യമ പ്രവർത്തകർക്കുക. എന്നിട്ട് അത് എങ്ങനെങ്കിലും ഒന്ന് തകർത്ത്, എന്നിട്ട് ഇന്നലെ ഏതോ ഒരു ഓൺലൈൻ മീഡിയ പറയുന്നത് കേട്ട് ഇത് വിമാനം തകർന്നത് തന്നെയാണ്, പക്ഷെ അത് ഇന്ത്യൻ സർക്കാർ പറയുന്നില്ലെന്ന്. അയാൾ എന്തൊരു പൊട്ടനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇന്ത്യൻ പാർലമെന്റില് ഒരു MP പിന്നെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ആധികാരികമായിരിക്കും, സത്യസന്ധമായിരിക്കും. കാരണം അത് രേഖകളിലുള്ളതാണ്. അത് വ്യാജമാണെന്നുണ്ടെങ്കിൽ ആ MP പണി അവിടെ തീരുകയാണ്, MP പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ ആ ഒരു 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു MP എങ്ങനെയാണ് അവിടെ കള്ളത്തരം പറയുന്നത്? രാജിവെക്കുക, അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് രാജിവെക്കുക മാത്രമല്ല ഡീബാർ ചെയ്യപ്പെടുകയാണ് 6 വർഷത്തേക്ക് മത്സരിക്കും. അങ്ങനെയുള്ളിടത്ത് ഒരു MP അല്ലെങ്കിൽ ഒരു നേതാവ് വന്നിട്ട് കള്ളത്തരം പറയാൻ പറ്റുമോ? കാരണം ഇത് വെള്ളരിക്കപ്പെട്ടൊന്നും അല്ലല്ലോ. ഇത് അവർക്ക് സഹിക്കുന്നില്ല. അത് വിമാനം തകർന്നു എന്നുള്ളത് സഹിക്കുന്നില്ല. തകർന്നേ പറ്റൂ. എങ്ങനെങ്കിലും ഒരെണ്ണം തകർക്കൂ എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ പോലും അംഗീകരിച്ചിട്ടില്ല. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് 5 വിമാനം തകർന്നു പറഞ്ഞിട്ട് ഇന്ന് വരെ അത് ആരുടെ വിമാനമാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇനം തിരിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് സുഖോയി ആണ്, മറ്റേതാണ്. മുമ്പ് റാഫേൽ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ, അതായത് ഈ രാജ്യം, അതായത് നമ്മളെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതെ, മരുമോൻ ചത്തിട്ടായാലും വേണ്ടില്ല അമ്മായിയമ്മയുടെ കണ്ണീര് കാണണം. അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് നമ്മള് മലയാളത്തിലുണ്ട്. മകൻ ചത്തിട്ടായാലും വേണ്ടില്ല അമ്മായിയമ്മയ്ക്ക് മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി. മരുമകളുടെ കണ്ണീര് കാണണം എന്ന് പറയുന്ന പ്രതീതി. ഈ രാജ്യം എങ്ങനെയും കുട്ടിച്ചോറാകണം, ഈ രാജ്യം നശിക്കണം. ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായാലോ 10 പേര് ഇന്ത്യയെ നോക്കി ഇന്ത്യ കൊള്ളാം എന്ന് പറയരുത്. അങ്ങനത്തെ ഒരു മനസ്ഥിതിയുമായിട്ട് നടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അത് തീർന്നു. അത് അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇതേ രീതിയിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ 2029 വരെ ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഒരു വലിയ പിളർപ്പിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് തോന്നുന്നത്. അതായത് കഴിഞ്ഞ ടൈമില് 59, അതായത് നമ്മുടെ കപിൽ സിബില്, ആനന്ദ മിശ്ര, നമ്മുടെ ഗുലാം നബി ആസാദ് അടക്കം ഇതിന് റിബൽ ഗ്രൂപ്പാണ്. അവരന്നേ തന്നെ അതിനകത്ത് നമ്മുടെ തരൂരുണ്ടായിരുന്നു. തരൂര് പിന്നെ അതിനകത്ത് നിന്നില്ല, തരൂരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനേക്കാൾ ശക്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലനിൽപ്പല്ലേ പ്രധാനം. ഈ പണിയും കൊണ്ട് നാട്ടുകാരുടെ മുമ്പ് ചെല്ലാൻ പറ്റും. പിന്നെ ഇവർ മുട്ടുന്നത് ആരാണെന്ന് ആദ്യം നോക്കണം. BJP കണക്കൊരു അണ്ടകടാകം പാർട്ടിയും അതിന്റെ ലീഡേഴ്സിനോടാണ് ഇവർ കയറി മുട്ടുന്നത്. കാരണം അവരുടെ ഒരു എന്താണ് പറയുന്ന വിസിബിലിറ്റി, അവരുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വിസിബിലിറ്റി, ഇല്ലെങ്കിൽ അവരുടെ സ്പീച്ചിനുണ്ടാകുന്ന ഒരു അക്സെപ്റ്റൻസ്, ഇല്ലെങ്കിൽ അവരുടെ ആ സ്പീച്ചുകളായാലും മറ്റു കാര്യങ്ങളായാലും ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള സംവിധാനം, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് കണക്കുള്ള ഫൂളിഷ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് ഇവർ എതിർക്കാൻ പോകുന്നത്. കാരണം അവിടെ ചെന്ന് അഭ്യാസം ഒന്നും കാണിച്ചിട്ട് ഒന്നുമില്ല. പിന്നെ പാർലമെന്റ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചൂടായി എന്ന് ഭാവിയിൽ പറയാനോ, ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് പിന്നെ MP ചൂടായി പറഞ്ഞു എന്ന് കാണിക്കാനോ മാത്രമേ കഴിയൂ. കാരണം അവിടെ എന്ന് പറഞ്ഞ ഇതൊന്നും എടുക്കത്തില്ല അവിടെ. അതായത് കേരളത്തിലെ MP അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വല്ലതും കേൾക്കുമോ? ഇല്ലെങ്കിൽ ഇവിടുന്ന് കിടന്ന് ബഹളം വെച്ച് നടക്കുകയില്ല. കാരണം അത് വലിയ സെറ്റപ്പുള്ള ഒരു സാധനമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ MP കൂടെ നിരന്ന് നിന്നൊരു റാലി നടത്തിയാൽ കേൾക്കുന്നതിന്റെ 2 ഇരട്ടി ആൾ നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഒരു റാലി നടത്തിയാലുണ്ടാവും. പിന്നെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അങ്ങനെ കിടക്കുന്ന ഒരു വലിയ ഗ്യാങ് തന്നെ. ഇവരെല്ലാം കൂടെ എവിടെ നിൽക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കും. പിന്നെ അവർക്ക് വലിയ മിഷണറി സംവിധാനമുള്ള RSS സംഘപരിവാരം കിടക്കുന്നു. ഇവിടൊക്കെ എങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നതെന്നുള്ള സാമാന്യ ബോധം ഒന്നുമെങ്കിൽ ഒരു ചെറിയ കാര്യം നമുക്ക് നോക്കിയാൽ മതി. എതിരാളി ആരെന്നുള്ള ധാരണ പോലും ഇവർക്കില്ല എന്നുള്ളത്. അതെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവര് തകർന്ന് തരിപ്പണമായിട്ടു. അതാണ് അമിത്ഷാ പറഞ്ഞത്. 20 വർഷം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ 20 വർഷമല്ല, പ്രതിപക്ഷം തന്നെ ഇനി കാണില്ല ചിലപ്പോൾ 20 വർഷം കഴിയുമ്പോൾ. താങ്ക് യു.